പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഈ ഒരു ദിനം ഒരു കൃപയുടെ അഭിഷേകത്തിൻ്റെ ദിനമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നാം ധ്യാനിക്കുന്നത് 1 തിമോത്തിയോസ് 2:5. അവിടെ വചനം പറയാണ്, എന്തെന്നാൽ ഒരു ദൈവമേയുള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവനേയുള്ളൂ, മനുഷ്യനായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഈ യേശുവിൻ്റെ നാമം വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ വിടുതൽ സംഭവിക്കും. ഈ അടുത്ത കാലത്ത് പ്രിയ സഹോദരങ്ങളെ, ഞാൻ കണ്ടൊരു പ്രത്യേകതയാണ്, ഒരുപാട് മക്കളിൽ ആത്മഹത്യ ടെൻഡൻസി. അതായത് പുറമേ നോക്കുമ്പോൾ നമുക്കൊരു പക്ഷേ ഇവിടെ അടുത്ത വീട്ടുകാരൊക്കെ ആയിരിക്കാം, ചിന്തിക്കാൻ പറ്റില്ല നമുക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടെന്ന്. അപ്പോൾ പറയാണ് പലതവണ ആത്മഹത്യക്ക് ഞാൻ പിന്നെയാണ് എനിക്ക് മനസ്സിലായി ഇങ്ങനത്തെ ഒരു സ്പിരിറ്റ് ഈ ഒരു കാലഘട്ടത്തിലെ ഇച്ഛാഭംഗത്തിൻ്റെ നിരാശയുടെ ഒക്കെ സ്പിരിറ്റ് അടിച്ചു കഴിഞ്ഞാൽ അടുത്ത സാധനം ആത്മഹത്യയിലേക്ക് ഒരു വ്യക്തി പ്രവേശിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ശരിക്കും ഇന്ന് നമ്മൾ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കണ്ടൊരു അത്ഭുതം പ്രിയ സഹോദരങ്ങളെ. ശരിക്കും അങ്ങനെ ഒരു വ്യക്തി വന്ന് നമ്മൾ ശരിക്കും എല്ലാം തകർന്ന അവസ്ഥയിലാണ്, എല്ലാം പോയ നിലയിലാണ് അവർ വന്നിരിക്കുന്നത്. പക്ഷേ യേശുവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവർ പറയുന്നത്, പലരും എന്നോട് പറഞ്ഞിരുന്നതിന് അച്ഛൻ്റെ ശരീരത്തിൽ നിന്ന് എന്തോ ഒരു സാധനം വിട്ടുപോയി എന്നുള്ള, അത് ഈ യേശുനാമത്തിൻ്റെ ശക്തിയാണ് സഹോദരൻ. യേശുവിൻ്റെ നാമം ഉപയോഗിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ശിരസിൽ കരങ്ങൾ വെച്ച്, അതുപോലെ തന്നെ നമ്മുടെ ജീവിത പങ്കാളിയുടെ ശിരസിൽ കരങ്ങൾ വെച്ച്, വേണമെങ്കിൽ നമ്മുടെ മാതാപിതാക്കളുടെ ശിരസ് വയസ്സായി പ്രായമായി അവരുടെ ശിരസിൽ കരങ്ങൾ വെച്ച് യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു എന്ന് പറയത്തക്ക വിധത്തിലുള്ള ഒരു വിശ്വാസം യേശുവുമായിട്ട് നമുക്കുണ്ടെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ചെയ്യുന്ന കാര്യം ഏത് നിയോഗാർത്ഥമാണോ ചെയ്യുന്നത് അത് യേശുവിൽ സംഭവിക്കും. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഈ യേശുനാമത്തിൽ ആദ്യം എനിക്ക് തന്നെ ഒരു വിശ്വാസം ഉണ്ടാകണം. യേശു ദൈവമാണ്, യേശു എനിക്ക് വേണ്ടിയാണ് കുരിശിൽ മരിച്ചത്, യേശു എൻ്റെ പാപം മോചിച്ചിട്ടുണ്ട്. ആദ്യം ഇങ്ങനെയുള്ള ബേസിക് കോൺസെപ്റ്റിനെ കുറിച്ച് എനിക്കൊരു ബോധ്യം ഉണ്ടാകണം. തീർച്ചയായിട്ടും എനിക്കിതെല്ലാം എൻ്റെ യേശു എനിക്ക് വേണ്ടി ചെയ്തത്, എനിക്ക് കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ ഒരു സ്വർഗീയ ഭവനം എനിക്കുണ്ട്. അവിടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് യേശു ഇവിടെ എനിക്ക് വേണ്ടി മരിച്ചത്. ഈ ഒരു ബോധ്യം ഉൾക്കൊണ്ട് നമ്മളിത് ചെയ്തു കഴിഞ്ഞാൽ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ കർത്താവായ യേശു നമുക്ക് വേണ്ടി ചെയ്യും. ഈശോ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.